ഉച്ച ഊണ് നീ ഇതുവരെ എടുത്തു വെച്ചില്ലല്ലോ. ഊണിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോഹനേട്ടന്റെ ചോറ്റുപാത്രതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോറും കറിയെടുത്ത് ഈ പാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി ഇല്ലാൻ തീരുവേ. അതിനെനിക്ക് 2 മിനിറ്റ് മതിയല്ലോ. എങ്കിൽ പിന്നെ അതങ്ങ് ചെയ്തുകൂടെ? ചെയ്യാന്ന്. മോഹനേട്ടൻ അപ്പുറത്ത് പോയി കൊടയും ബാഗും ഒക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ ചോറ്റുപാത്രം റെഡിയാക്കി അങ്ങോട്ട് കൊടുത്തിരിക്കും. പോരെ? കളക്ട്രേറ്റിൽ ഇന്ന് ബാഹുലയൻ സാർ വരുന്നു എന്ന് പറഞ്ഞത് മുതൽ നിനക്ക് ഭയങ്കര അസൂയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും താമസിപ്പിക്കാൻ നീ ശ്രമിക്കും എന്നും എനിക്കറിയാം. അതെന്തായാലും കൊള്ളാം. മോഹനേട്ടന്റെ മേലുദ്യോഗസ്ഥൻ മോഹനേട്ടന്റെ ആഫീസിൽ വരുന്നതിന് ഞാൻ എന്തിനാണ് മോഹനേട്ടൻ അസൂയപ്പെടുന്നത്? വരുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒന്നുമല്ലല്ലോ, ആണോ? ബാഹുലയൻ സാർ അവരെക്കാൾ വലിയ ആളാ. ഓയ്യോ, കളക്ടറേറ്റിൽ ഇത്രയും സ്വാധീനമുള്ള വേറൊരു ഉദ്യോഗസ്ഥനില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും കളക്ടർ ഉപദേശം ചോദിക്കുന്നത് ആരോടാ? ബാഹുലയൻ സാറിനോട്. എന്താ മോനടാ? അയ്യോ, എന്താ? എല്ലാവരോടും തോപ്പിക്ക് നോക്കുക. വില്ലേജ് ഓഫീസിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ ഒരാളെ കണ്ടുപിടിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ശിശുപാൽ അത് ഏറ്റു. ഇപ്പൊ പറയുക ശിശുപാലിന് ഏർപ്പാടാക്കിയ കുമാരന് തലമണ്ട വേദനയാണെന്ന്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാളെ വിളിച്ച പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ശിശുപാൽ അന്വേഷിച്ചിട്ട് വേറെ ആരും കിട്ടില്ല. എങ്ങനെയും കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ഇതാവുന്നല്ല കാര്യം. ബാഹുലൻ സാർ വരുമ്പോൾ വില്ലേജ് ഓഫീസും പരിസരവും വൃത്തികേടായി കിടന്നാൽ സാറിന് എന്നെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ബാഹുലൻ സാറിന്റെ മുന്നിൽ മോശക്കാരനാകാൻ വേണ്ടി ശിശുപാലൻ മനഃപൂർവ്വം ചെയ്തത്. മോഹനേട്ടൻ എന്തൊക്കെയാ മോഹനേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരില്ല അങ്ങനെയൊക്കെ ചെയ്യുവോ? ചെയ്യും. ഉത്തമൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് മാറുമോ സാറേ? പിന്നെ സാറേ, ഞാൻ വന്ന പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടെ പറയാനാണ്. അത് ഇന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ. ആദ്യം സുന്ദരേശൻ വന്ന് ആഫീസും പരിസരവും ഒക്കെ വൃത്തിയാക്കട്ടെ. പുഷ്കരന്റെ കാര്യം അത് കഴിഞ്ഞിട്ട്. രണ്ട് 300 രൂപ. ഇതല്ലാതെ 1 രൂപ ഞാൻ കൂടുതൽ എടുക്കില്ല. എന്തിന്? 300 രൂപ എന്ന് പറഞ്ഞാൽ 300 രൂപ തന്നെ. അക്കാര്യത്തിലൊക്കെ സുന്ദരേശൻ ഡീസന്റാ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ? ഒരു നിമിഷം. 300 രൂപ ഉണ്ട്. അപ്പൊ ഉച്ച കഴിയുമ്പോ ഞാൻ പുഷ്കരനെ കൂട്ടി വില്ലേജ് ഓഫീസിലോട്ട് വരാം. 300 രൂപ ഉള്ളൂ. 1 2 3 300 ഒട്ടിയിരിപ്പില്ലല്ലോ. 1 2 3 അമ്പോ. ചിലപ്പോ ചേർന്നിരിക്കും പൈസ, അറിയൂല. ചോറ്റുപത്രം ഞാൻ ബാഗ് വെച്ചിട്ടുണ്ടേ. ഇനി ഞാനായിട്ട് താമസിപ്പിച്ചു എന്ന് പറയണ്ട. ആ വില്ലേജ് ഓഫീസിലെ കാര്യം എന്തായി? ഉത്തമൻ ഒരാളെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. പോകുന്ന വഴി സുന്ദരേശനെ സ്കൂട്ടറിന്റെ പിറകിൽ കയറ്റി ഉത്തമൻ തന്നെ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഹലോ, നമസ്കാരം. നമസ്കാരം. മണി 9 ആയില്ലല്ലോ. അതിനു മുമ്പ് വില്ലേജ് ഓഫീസിൽ ആള് വന്ന് തുടങ്ങിയ. ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് സുന്ദരേശേ. ശരി. സുന്ദരേശനെ ഇവിടെ വിളിപ്പിച്ചത്. അങ്ങനെ മറ്റുള്ളവർ പറയും പോലെ ജോലിയാണെന്ന് എന്നെ കിട്ടില്ല സാറേ. ഞാൻ എന്റെ ജോലി ഇരുമ്പോ അങ്ങ് പോകും. സാറിന്റെ എന്നെ പിടിച്ചില്ലെങ്കിൽ അങ്ങ് പറഞ്ഞോട്ടോ, ഞാൻ പൊയ്ക്കോളാമേ. അല്ല, അതെങ്ങനെ ശരിയാവും? പണം മുൻകൂർ വാങ്ങിട്ട് ജോലി ചെയ്ത് പോകാൻ നോക്കുന്നോ? ജോലിയൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി ശല്യപ്പെടുത്തിയ ഞാൻ എന്റെ പാട്ടിന് പോകും. മണി 9 കഴിഞ്ഞു. മോഹനേട്ടൻ സാർ വരുന്നതിന് മുമ്പ് ഈ ഫയലൊക്കെ ക്രമത്തിൽ അടുക്കി കൃത്യമായിട്ട് അലമാരയിൽ വയ്ക്കണമെന്നാ പറഞ്ഞ. ഇനിയിപ്പോ ഇത് ചെയ്യാത്തതിന്റെ പേരിൽ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. ബാഹുലേ സാറ് വരുന്നത് 11 മണിക്കല്ലേ? ഇനിയുണ്ട് 2 മണിക്കൂർ. സാർ, ബാഹുലയൻ സാർ എത്തി സാർ. നേരത്തെയോ? 10:30 ആളെന്തായാലും എത്തി സാർ. ആ കള്ളുടിയനോടെ സുന്ദരേശൻ? അയാള് പോയി സാറേ. ആ
ഭാഗ്യം. അവനെ പറഞ്ഞോണ്ട് ഉത്തരം ഞാൻ വെച്ചിട്ടുണ്ട്. ബാബുലി സാർ ഒന്ന് തിരിച്ചു പോട്ടെ. അപ്പൊ ശരിയായി കൊടുക്കാം.